Computer-aided manufacturing. Computer-aided manufacturing is the effective use of computer technology in manufacturing planning and control. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റംസ് മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഓരോ സ്റ്റേജിലും ഇനി ആ പ്രോസസ്സ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് ഒരു മെറ്റീരിയൽ റോ മെറ്റീരിയൽ പല സ്റ്റേജുകളിലൂടെ കടന്നു പോകും. അതിനാണ് പ്രോസസ്സ് കൺട്രോൾ എന്ന് പറയുക. അപ്പം ഈ രണ്ട് സ്റ്റേജിലും കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് എന്ന് പറയാം. കമ്പ്യൂട്ടർ എയ്ഡായിട്ട് ഒരു ഹെൽപ്പിംഗ് ഫാക്ടറായിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കും മോഡേൺ സിസ്റ്റത്തിൽ. അപ്പോൾ മാനുഫാക്ചറിങ് പ്ലാനിങ്, ഫസ്റ്റ് മാനുഫാക്ചറിങ് പ്ലാനിങ് നോക്കാം. മാനുഫാക്ചറിങ് പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുക പ്രോസസ് പ്ലാനിങ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് റൂട്ട് ഷീറ്റ്സ്. എന്താണ് റൂട്ട് ഷീറ്റ് എന്ന് നോക്കാം. റൂട്ട് മീൻസ് ഒരു പാത്ത്, അതായത് ഒരു റോ മെറ്റീരിയൽ ഏതൊക്കെ മെഷീനിലൂടെ ഓർ ഏതൊക്കെ സ്റ്റേജിലൂടെ കടന്നു പോകണം. ഓക്കെ, അതിനാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനാണ് റൂട്ട് ഷീറ്റ് എന്ന് പറയുക. അപ്പോൾ നമുക്കറിയാം, ഒരു ത്രെഡ് കട്ടിങ് ഓപ്പറേഷൻ ആണെങ്കിൽ ആദ്യം ആ റോ മെറ്റീരിയൽ ഫേസ് ചെയ്ത് ടേൺ ചെയ്ത് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ത്രെഡ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതൊരു റൂട്ട് ഷീറ്റാണ്. ഓക്കെ, അപ്പോൾ അതാണ് മാനുഫാക്ചറിങ് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. മാനുഫാക്ചറിങ് പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് റൂട്ട് ഷീറ്റ്സ്. അടുത്തത് NC പാർട്ട് പ്രോഗ്രാമിംഗ്, അതായത് NC മീൻസ് ന്യൂമറിക്കൽ കൺട്രോൾ. നമുക്കറിയാം, ഇപ്പോഴത്തെ മെഷീൻസൊക്കെ ഒരു മാനുഫാക്ചറിങ്, ഇപ്പോൾ ഒരു കാറിൻ്റെ എൻജിൻ ഹെഡാന്ന് എഴുതുക. അപ്പോൾ അതൊക്കെ മെഷീൻ ചെയ്തത് മാനുവലി അല്ല, അത് മെഷീൻ ചെയ്തത് CNC മെഷീൻസ് വെച്ചാണ്. CNC മീൻസ് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ. അപ്പോൾ ഈ ടൂളിൻ്റെ മോഷൻ കൺട്രോൾ ചെയ്യുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. അതായത് ഒരു പാർട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ട് ഫോം ചെയ്തെടുക്കാനുള്ള മെഷീൻ ചെയ്തെടുക്കാനുള്ള പ്രോഗ്രാംസും കമ്പ്യൂട്ടർ തന്നെയായിരിക്കും ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിനാണ് NC പാർട്ട് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. NC മീൻസ് ന്യൂമറിക്കൽ കൺട്രോൾ. അതായത് നമ്മൾ കോർഡിനേറ്റ്സ് വെച്ച് XYZ കോർഡിനേറ്റ്സ് വെച്ചായിരിക്കും ടൂളിൻ്റെ മോഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുക. അതിന് നമ്മൾ G കോഡ്സ് M കോഡ്സ് കൊണ്ട് അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നോക്കും. മാനുഫാക്ചറിങ് പ്ലാനിങ്. എന്താണ് മാനുഫാക്ചറിങ് പ്ലാനിങ്? ഇവിടെ കമ്പ്യൂട്ടർ ഈസ് ഇൻഡയറക്ട്ലി യൂസ്ഡ് ആസ് എ സപ്പോർട്ടിംഗ് ടൂൾ ഫോർ പ്രൊഡക്ഷൻ. അതായത് കമ്പ്യൂട്ടർ ഇൻഡയറക്ട്ലി പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ടൂളായിട്ട് ഉപയോഗിക്കുന്നു. അതിനാണ് മാനുഫാക്ചറിങ് പ്ലാനിങ്. അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇവിടെ കമ്പ്യൂട്ടറിൽ ഓഫ്ലൈൻ ടൂളായിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി അത് എന്തിനൊക്കെ സഹായിക്കുന്നു? പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. ഒരു പ്ലാന്റിൻ്റെ മാനുഫാക്ചറിങ് സെല്ലിൻ്റെ പ്ലാനിങ്ങിനും പ്രൊഡക്ഷൻ പ്ലാനിങ്ങിനും അതിൻ്റെ മാനേജ്മെൻറ്റിനും ഒരു എയ്ഡായിട്ട് ഒരു ടൂളായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യും. ഇനി അത് ഏതൊക്കെ സ്റ്റെപ്പിലാണ് വരികയെന്ന്, ഏതൊക്കെ സ്റ്റേജിലാണ് അത് വരിക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മാനുഫാക്ചറിങ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ഒരു ഇൻഡയറക്റ്റ് സപ്പോർട്ടായിട്ട് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൽ കമ്പ്യൂട്ടർ ഒരു ഇൻഡയറക്റ്റ് സപ്പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നു. ഇവിടെ കമ്പ്യൂട്ടറിൽ ഓഫ്ലൈൻ ടൂളായിട്ട് വർക്ക് ചെയ്യുന്നു. അത് പ്ലാനിങ്, മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്, ഇത്രയും കാര്യങ്ങളെ അത് സഹായിക്കും. നമുക്ക് മാനുഫാക്ചറിങ് പ്ലാനിങ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, മാനുഫാക്ചറിങ് പ്ലാനിങ് എന്തൊക്കെയാണ് വരാൻ നോക്കാം. കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ്. അപ്പോൾ പ്രോസസ് പ്ലാനിങ്, so what is process planning? Process planning is concerned with the preparation of route sheets that list the sequence of operations and work centers required to produce the product and its components. അതായത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു റോ മെറ്റീരിയൽ ഓർ വർക്ക് മെറ്റീരിയൽ ഏതൊക്കെ സ്റ്റേജിലൂടെ ഓർ ഏതൊക്കെ മെഷീൻസിലൂടെ ഏത് സീക്വൻസിൽ കടന്നു പോകണം എന്നതിനെയാണ് റൂട്ട് ഷീറ്റ് എന്നുകൊണ്ട് പറയുക. അപ്പോൾ ഈ റൂട്ട് ഷീറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ കമ്പ്യൂട്ടർ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു. അതായത് ഇപ്പം ഒരു ഡാറ്റാബേസിൽ ഓൾറെഡി ഇതുപോലെ സിമിലർ പ്രൊഡക്ട്സ് മുമ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ആ ഡാറ്റാബേസ് വെച്ചുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ അതിന് സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വരുമ്പോൾ റൂട്ട് ഷീറ്റ് കമ്പ്യൂട്ടർ തന്നെ ഡിസൈൻ ചെയ്യും. മാനുവൽ അല്ലാതെ റൂട്ട് ഷീറ്റ് കമ്പ്യൂട്ടർ തന്നെ പ്രിപ്പയർ ചെയ്യും. അതിനാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ് എന്നുകൊണ്ട് പറയാം. അടുത്തത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് NC പാർട്ട് പ്രോഗ്രാമിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു
കമ്പോണൻറ്റ് മെഷീൻ ചെയ്തെടുക്കണമെങ്കിൽ ഇപ്പം ഡിഫിക്കൽട്ട്, ഇപ്പോൾ എൻജിൻ ബ്ലോക്ക് പോലത്തെ കമ്പോണൻസ് അതൊന്ന് മാനുവലായിട്ട് മെഷീൻ ചെയ്തെടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ CNC മെഷീൻസ്, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ന്യൂമറിക് ആൻഡ് കൺട്രോൾ ഓട്ടോമാറ്റിക് മെഷീനിങ് സെൻറ്റേഴ്സാണ് അതിനുവേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ഈ ടൂള് വർക്ക് ചെയ്യുന്നത് ഓർ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കുന്നത്. ഈ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നത് ഈ ടൂൾ വർക്ക് പീസ് മോഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഒരു പാർട്ട് പ്രോഗ്രാം വഴിയാണ്. ഈ പാർട്ട് പ്രോഗ്രാമിങ് ചെയ്യാൻ വേണ്ടി ഒരു ടൂളായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ കമ്പോണൻറ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മെഷീൻ ചെയ്തെടുക്കേണ്ട പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് തന്നെ അവൈലബിൾ ആണ്. സോ സോഫ്റ്റ്വെയർസ് ജനറേറ്റ് പ്രോഗ്രാംസ് ടു കൺട്രോൾ ദ മെഷീൻ ടൂൾസ്. അതായത് ഏത് കോംപ്ലക്സ് ജോമെട്രിയും മെഷീൻ ചെയ്തെടുക്കാനുള്ള സോഫ്റ്റ്വെയർസ് ജനറേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അതാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് NC പാർട്ട് പ്രോഗ്രാമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അടുത്തത് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനബിലിറ്റി ഡാറ്റ സിസ്റ്റംസ്. That is, one of the problems with operating metal cutting machine tools is determining the speeds and feeds that should be used for machining certain work parts. അതായത് നമ്മുടെ ഓരോ നമ്മളോരോ വർക്ക് ചെയ്യുമ്പോഴും ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ടൂൾസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ മെറ്റീരിയലും എല്ലാ ഓപ്പറേഷനും നമുക്ക് ഒരേ സ്പീഡിലും ഫീൽഡിലും ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു നമ്മൾ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, മെറ്റീരിയലും പ്രോസസ്സും കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ തന്നെ അതിൻ്റെ ഡാറ്റ വെച്ചുകൊണ്ട്, അതായത് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ് വെച്ചിട്ടുള്ള മുമ്പത്തെ അതിൻ്റെ ഡാറ്റാബേസിലുള്ള ഡാറ്റ വെച്ചുകൊണ്ട് അതിന് ഏത് ഫീഡ് കൊടുക്കാം, ഏത് സ്പീഡ് കൊടുക്കാം എന്നത് തീരുമാനിക്കും. ഏത് സ്പീഡ് കൊടുക്കാം, ഏത് ഫീഡ് കൊടുക്കാം എന്നുള്ളത് കമ്പ്യൂട്ടർ തന്നെ തീരുമാനിക്കും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും മെഷീൻ ടൂൾ വർക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ NC പാർട്ട് പ്രോഗ്രാമിങ്ങിനെ സഹായിക്കും. അതായത് ഒരു സ്പിൻഡിൽ ഫോർ എക്സാമ്പിൾ സ്പിൻഡിൽ ഏത് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണം. സപ്പോസ് കാസ്റ്റ് അയൺ മെഷീൻ ചെയ്യുകയാണെങ്കിൽ സ്പിൻഡിൽ ഏത് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണം, ഓക്കെ, ഏത് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണം, ഇനി എത്ര ഫീഡ് കൊടുക്കണം, അതൊക്കെ ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ് ദാറ്റ് റിലേറ്റ് ടൂൾ ലൈഫ് വിത്ത് കട്ടിംഗ് കണ്ടീഷൻസും ടൂൾ ലൈഫും വെച്ചുകൊണ്ട് ഓൾറെഡി ഉള്ള ഡാറ്റ വെച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടർ ആയിരിക്കും ഡിസൈഡ് ചെയ്യുക ഏത് കട്ടിംഗ് കണ്ടീഷനിൽ, അതായത് കട്ടിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മെറ്റീരിയലും ഡിപ്പെൻഡ് ചെയ്യും, പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ആയിരിക്കും ഡിസൈഡ് ചെയ്യുക ഏത് സ്പീഡും ഫീഡും കൊടുക്കണമെന്നുള്ള കമ്പ്യൂട്ടറിനെ ഡിസൈൻ ചെയ്യും. അതിനാണ് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനബിലിറ്റി ഡാറ്റ സിസ്റ്റംസ് എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടെ നോക്കാം. ഡിഫറെൻറ്റ് സ്പീഡ്സ് ആൻഡ് ഫീഡ്സ് ഫോർ മെറ്റീരിയൽസ്, അതായത് ഓരോ മെറ്റീരിയലിനും ഡിഫറെൻറ്റ് സ്പീഡ്സ് ആൻഡ് ഫീഡ്സ് ആയിരിക്കും വേണ്ട വരിക. അപ്പോൾ ടൂൾ ലൈഫ് വേഴ്സസ് കട്ടിംഗ് കണ്ടീഷൻസ്, ഈ ഡാറ്റ വെച്ച് ഈ ഡാറ്റ വെച്ച് കമ്പ്യൂട്ടർ തന്നെ ഡിറ്റർമൈൻ ചെയ്യും ഓരോ ഓപ്പറേഷനും ഏത് സ്പീഡിലും ഫീൽഡിലും ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിറ്റർമൈൻ ചെയ്യും. ഈ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ട ഈ ഡാറ്റ ഓൾറെഡി കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റാബേസ് ഉണ്ടാകും. ഈ ഡാറ്റാബേസിലെ ഈ ഇൻഫർമേഷൻ കിട്ടുന്നത് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ് വഴിയാണ്. ഫോർ എക്സാമ്പിൾ കാസ്റ്റ് അയണിന് സ്പീഡ് വരികയും കാസ്റ്റ് അയൺ മെഷീൻ ചെയ്യുന്ന സ്പീഡായിരിക്കില്ല നമ്മൾ മൈൽഡ് സ്റ്റീൽ ചെയ്യുന്നത്. ഇനി വേറെ മെറ്റീരിയൽ അലോയ്സ് ചെയ്യുന്നത് വേറെ സ്പീഡിലായിരിക്കും, വേറെ ടൂളായിരിക്കും. ഓരോ ഓപ്പറേഷൻസും പല സ്പീഡിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്താൽ നമ്മൾ ത്രെഡ് കട്ടിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നമ്മൾ സ്ലോ സ്പീഡിലാണ് ചെയ്യുക, ഇനി ടേണിങ് ഹൈ സ്പീഡിലാണ് ചെയ്യുക. അപ്പോൾ അതുപോലെ അത് മാറും. അപ്പോൾ കമ്പ്യൂട്ടർ ഡാറ്റാബേസിൽ ഉള്ള ഡാറ്റ വെച്ചുകൊണ്ടാണ് ഇതിന് ഏത് കട്ടിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം, ഏത് സ്പീഡ് കൊടുക്കണം, ഏത് സ്പീഡ് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനബിലിറ്റി ഡാറ്റ സിസ്റ്റംസ് വെച്ചുകൊണ്ടാണ്. അടുത്തത് കമ്പ്യൂട്ടറൈസ്ഡ് വർക്ക് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഒരു കമ്പനിയിൽ ടൈം സ്റ്റഡി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു പ്രോസസ്സ് നടക്കേണ്ട ടൈം, അതായത് ഒരു മെഷീനിങ് ഓപ്പറേഷൻ നടന്ന ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യേണ്ട ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഇൻഡിവിജ്വൽ പ്രോസസ്സ് നടക്കുന്ന ടൈം ആഡ് ചെയ്താണ്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് ആ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ടീഡിയസ് ആയ ടാസ്ക്കാണ്. സപ്പോസ് നിങ്ങൾക്ക് ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷൻ ചെയ്യണം, ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആ വർക്ക് ഫിക്സ് ചെയ്യുന്ന ടൈം, ഇനി അത് ഫേസ് ചെയ്യുന്ന ടൈം, ഇനി വേണ്ട ഡയമീറ്ററിലൂടെ ടേൺ ചെയ്യുന്ന ടൈം,
പാർട്ടിങ് ചെയ്യുന്ന ടൈം, പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ത്രെഡ് കട്ട് ചെയ്യുന്ന ടൈം. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻസ് വരുമ്പോൾ ഇത് മാനുവലായിട്ട് ചെയ്യുക എന്നുള്ളത് ടൈം കൺസ്യൂമിങ് ടാസ്ക്കാണ്. അതുകൊണ്ട് ഇതുപോലെ സിമിലർ ഓപ്പറേഷൻസ് മുമ്പ് ചെയ്തതിൻ്റെ ടൈം, അതായത് ഒരു ലെന്ത് ടേൺ ചെയ്യണമെങ്കിൽ എത്ര ടൈം വേണം എന്നുള്ളത് കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റാബേസിലുണ്ടാവും. ഇനി സിമിലർ പാർട്ട് പിന്നെ ഭാവിയിൽ വരുമ്പോൾ ഈ ഡാറ്റ വെച്ചുകൊണ്ട് കമ്പ്യൂട്ടർ തന്നെ അതിൻ്റെ ടൈം സ്റ്റഡി നടത്തി ഒരു റോ വർക്ക് പാർട്ട് ഓപ്പറേഷനിൽ കയറി കഴിഞ്ഞാൽ, ഒരു മാനുഫാക്ചറിങ് സെല്ലിൽ കയറി കഴിഞ്ഞാൽ അതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവാൻ എത്ര ടൈം എടുക്കണം, മെഷീനിങ് ടൈം എത്ര എടുക്കണം എന്ന് കമ്പ്യൂട്ടർ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. അതിനാണ് കമ്പ്യൂട്ടറൈസ്ഡ് വർക്ക് സ്റ്റാൻഡേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അടുത്തത് കോസ്റ്റ് എസ്റ്റിമേറ്റിംഗ്. കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ്സ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ലേബർ, ഓവർഹെഡ്സ് ആൻഡ് BOM. BOM മീൻസ് ബിൽ ഓഫ് മെറ്റീരിയൽസ്. അതായത് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയാണ്. അതായത് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ എത്ര ലേബർ വന്നു, അതായത് ഏകദേശം എത്ര ലേബർ വന്നു, മെഷീനിങ് ടൈമൊക്കെ വെച്ചാണ് ടൈം സ്റ്റഡിയൊക്കെ വെച്ചാണ് ലേബർ എത്രയെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഓവർഹെഡ് കോസ്റ്റ് നമ്മൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് കോസ്റ്റുകളല്ലാത്തത്, ഇപ്പം റെൻറ്റ്, ഇലക്ട്രിസിറ്റി ചാർജസ്, അതൊക്കെ ഓവർഹെഡ് കോസ്റ്റിലാണ് വരിക. അപ്പോൾ എത്ര ഓവർഹെഡ് വരും. ഇനി ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റോ മെറ്റീരിയൽ വാങ്ങാൻ ആവശ്യമായ കോസ്റ്റ്. ഇപ്പോൾ റോ മെറ്റീരിയൽ വാങ്ങിയാൽ ആ റോ മെറ്റീരിയൽ മൊത്തം ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിൽ നിന്ന് കുറേ സ്ക്രാപ്പ് പോകും, മെഷീനിങ്ങിലൊക്കെ സ്ക്രാപ്പ് പോകും. അപ്പോൾ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്ലസ് ഒരു കമ്പനീൻ്റെ ഒരു പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് കമ്പ്യൂട്ടറായിരിക്കും ഈ കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തുക. അതിനാണ് കോസ്റ്റ് എസ്റ്റിമേറ്റിംഗ്. അവിടെയാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്ങിൽ കോസ്റ്റ് എസ്റ്റിമേഷനിൽ കമ്പ്യൂട്ടർ ഒരു എയ്ഡായിട്ട് വർക്ക് ചെയ്യുക. അടുത്തത് പ്രൊഡക്ഷൻ ആൻഡ് ഇൻവെൻ്ററി പ്ലാനിങ്. Production and inventory planning, that is concerned with the maintenance of inventory records. അപ്പോൾ എന്താണ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ? ഇൻവെൻട്രി മീൻസ് സ്റ്റോക്ക്. ഒരു ഫാക്ടറിയിൽ എന്തിൻ്റെ സ്റ്റോക്കാണ് ഉണ്ടാവുക? ടൂൾസിൻ്റെ സ്റ്റോക്ക്, റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ റോ മെറ്റീരിയൽ ഇനി എത്ര ബാക്കിയുണ്ട്, ഏത് സ്റ്റേജിൽ അത് തീരും, എപ്പം അത് റീഓർഡർ ചെയ്യണം എന്നൊക്കെ നമുക്ക് എപ്പോഴും അതിൻ്റെ കമ്പ്യൂട്ടർ ഔട്ട്പുട്ട്സ് വാർണിങ്സ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു സ്റ്റോക്ക് ഒരു പർട്ടിക്കുലർ ലെവലിൽ താഴ്ന്നു കഴിഞ്ഞാലും നമുക്കതിൻ്റെ ത്രൂ കമ്പ്യൂട്ടർ നമുക്കതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. അപ്പം ഇനി സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് റീഓർഡറിങ് ഓഫ് സ്റ്റോക്ക്, അതായത് സ്റ്റോക്ക് ഒരു സപ്പോസ് 10% 20% നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്ക് റോ മെറ്റീരിയൽ സ്റ്റോക്ക് അത്രയും ചെയ്യുമ്പോൾ അത് വെൻഡറുടെ അടുത്ത് ഓട്ടോമാറ്റിക്കലി റീഓർഡർ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ് വരെ അവൈലബിൾ ആണ്. ഇനി പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്, മെയിൻ്റനിങ് ഓഫ് കറൻറ്റ് പ്രയോറിറ്റി ഓർഡർ. അതായത് ഒരു ഫേം ആകുമ്പോൾ പല ആൾക്കാർ പല സ്ഥലത്തു നിന്ന് പല പ്രോഡക്ട്സ് ഓർഡർ കിട്ടിയിട്ടുണ്ടാവും, പ്രൊഡ്യൂസ് ചെയ്യാൻ ഓർഡർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പ്രയോറിറ്റി ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പം സപ്പോസ് ഏറ്റവും അർജൻറ്റ് ആർക്കാണ് ആദ്യം ആരാണത് ഓർഡർ ചെയ്തത്, അപ്പോൾ അവർക്കുള്ള പ്രൊഡക്ഷൻ സ്പീഡപ്പ് ചെയ്യുക. ഇനി മറ്റുള്ളവരുടെ പ്രൊഡക്ഷന് സ്റ്റാർട്ട് ചെയ്യാൻ എത്ര ടൈം വെയിറ്റ് ചെയ്യണം, ഏകദേശം എത്ര ടൈം വെയിറ്റ് ചെയ്യണം, ഏത് സമയം കൊണ്ട് അവർക്ക് കൊടുക്കാനാകും എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ടൈം സ്റ്റഡിയെ വെച്ചുകൊണ്ടാണ്. ഇതൊക്കെ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയാണ്. ഇനി അടുത്തത് MRP, കപ്പാസിറ്റി ആൻഡ് റിക്വയർമെൻറ്റ് പ്ലാൻ. MRP മീൻസ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാൻ. അതായത് നമ്മുടെ ടൂള് വർക്ക് മെറ്റീരിയൽ എത്ര വേണം, ഏത് സമയത്തേക്ക് അത് ഫാക്ടറിയിൽ എത്തണം എന്നാണ്, ഷട്ട് ഡൗൺ ചെയ്യാതെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാതെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടർ വെച്ചുകൊണ്ടാണ്. കമ്പ്യൂട്ടർ ഈ ഒരു കാര്യത്തിൽ പ്രൊഡക്ഷൻ ആൻഡ് ഇൻവെൻ്ററി പ്ലാനിങ്ങിൽ ഇത്രയും കാര്യങ്ങൾക്കാണ് കമ്പ്യൂട്ടറിൻ്റെ എയ്ഡ് ഉണ്ടാവുക, സഹായം ഉണ്ടാവുക. അതായത് ഓട്ടോമാറ്റിക് റീഓർഡറിങ് ഓഫ് സ്റ്റോക്ക്, പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്, ദാറ്റ് ഈസ് എപ്പോഴും ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇനി മെയിൻ്റനൻസ് ഓഫ് കറൻറ്റ് പ്രയോറിറ്റി ഓർഡർ. അപ്പോൾ ആദ്യം ഓർഡർ കിട്ടിയത് എവിടെ നിന്നാണ്, അവർക്ക് എത്ര കാലത്തിന് കൊടുക്കാൻ പറ്റും, ഏകദേശം എത്ര സമയം കൊണ്ട് അവരുടെ പ്രൊഡക്ഷൻ തീരും, അടുത്ത ഓർഡർ എപ്പോൾ എടുക്കാം. ഇനി അടുത്തത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്, ദാറ്റ് ഈസ് MRP, കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ്. ഇനി ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നിലവിലുള്ള പ്ലാൻ കപ്പാസിറ്റി മതിയോ, അല്ലെങ്കിൽ
കപ്പാസിറ്റി കൂട്ടണോ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പാർട്ട് ഈ കമ്പനിയിൽ നിന്ന് തന്നെ പുറത്തെ ഉള്ള വെൻഡറിൽ നിന്ന് വാങ്ങണോ, ഇതൊക്കെയാണ് കപ്പാസിറ്റി റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇപ്പോൾ മാനുഫാക്ചറിങ് പ്ലാനിങ്ങിൽ ലാസ്റ്റ് കമ്പ്യൂട്ടർ എയ്ഡഡ് ലൈൻ ബാലൻസിങ്. അങ്ങനെ ലൈൻ ബാലൻസ് എന്ന് വെച്ചാൽ ബെസ്റ്റ് അലോക്കേഷൻ ഓഫ് വർക്ക് എലമെൻറ്റ്സ് അലോങ് വർക്ക് സ്റ്റേഷൻസ്. അതായത് വർക്ക് സ്റ്റേഷൻസിൽ, എല്ലാ വർക്ക് സ്റ്റേഷൻസിലും ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ വർക്ക് അലൈൻ ചെയ്ത് കൊടുക്കുക മീൻസ് അതിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനും സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പോൾ പല പ്രോസസ്സ് ചെയ്യേണ്ടി വരുമ്പോൾ ആ മെഷീൻ എങ്ങനെ അറേഞ്ച് ചെയ്യണം. ഇപ്പം രണ്ട് അടുത്തടുത്ത പ്രോസസ്സ് തമ്മിൽ ചെയ്യേണ്ട മെഷീൻസ് വളരെ ദൂരമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ട്രാൻസ്പോർട്ടേഷൻ ടൈമിൽ കുറച്ച് നമുക്ക് സമയം പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ലൈൻ ബാലൻസിങ്, നമ്മുടെ പ്രോസസ്സ് അനുസരിച്ചുള്ള ലൈൻ ബാലൻസിങ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ വഴിയാണ്. ഒരു പ്ലാന്റ് ഡിസൈൻ, മാനുഫാക്ചറിങ് സെൽ ഒരു പ്ലാന്റ് ഡിസൈൻ ചെയ്യുമ്പോഴേ ഈ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ പ്രോസസ്സിനനുസരിച്ചായിരിക്കും ആ വർക്ക് സെൻറ്റേഴ്സ്, ഓരോ വർക്ക് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ, ഓരോ വർക്ക് എലമെൻറ്റും കടന്നു പോകുന്ന വർക്ക് സെൻറ്റേഴ്സ് ആ പ്രോസസ് ഫ്ലോയ്ക്ക് അനുസരിച്ചായിരിക്കും ഡിസൈൻ ചെയ്യുക. അതിനാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ലൈൻ ബാലൻസിങ് എന്നതുകൊണ്ട് പറയുക. ഇനി ഓരോ പാർട്ടും ചെയ്യേണ്ട, ചിലപ്പോൾ ടൈം കൂടുതൽ എടുക്കേണ്ട പ്രോസസ്സ് ചെയ്യാൻ അധികം മെഷീൻസ് വേണ്ട, എന്നാൽ ടൈം കുറവ് വേണ്ട ഓപ്പറേഷൻസ്, ചെറിയ ടൈമിൽ ചെയ്യേണ്ട ഓപ്പറേഷൻസ് ചെയ്യാൻ കുറഞ്ഞ നമ്പർ ഓഫ് മെഷീൻസ് മതിയാവും. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഇതൊക്കെ ഡിസൈൻ ചെയ്യാൻ കമ്പ്യൂട്ടറിൻ്റെ എയ്ഡ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് ലൈൻ ബാലൻസിങ് എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിംഗ് നമ്മൾ കണ്ടു. മാനുഫാക്ചറിങ് പ്ലാനിങ് ആൻഡ് മാനുഫാക്ചറിങ് കൺട്രോൾ എന്നതിനാണ് നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് ഉപയോഗിക്കുക, കമ്പ്യൂട്ടറിൻ്റെ സഹായം ഉപയോഗിക്കുക. അതിന് മാനുഫാക്ചറിങ് പ്ലാനിങ് ആണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് NC പാർട്ട് പ്രോഗ്രാമിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനബിലിറ്റി ഡാറ്റാ സിസ്റ്റംസ്, computerized work standards, cost estimating, production and inventory planning, computer aided line balance. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.